ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കുക്കീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് കേട്ടോ. ആ കപ്പിലോട്ടേക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഡാൽഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ടേക്ക് കുറച്ചൊരു ആഡംബരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഗീയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മെൽട്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ ഈ വീട്ടിലുള്ള ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി കുക്കീസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓയിൽ മാത്രം വെച്ചിട്ട് ചെയ്യാം, ഡാൽഡ മാത്രം വെച്ചിട്ട് ചെയ്യാം, ഗീ മാത്രം വെച്ചിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അഥവാ മധുരം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 കപ്പ് മൈദക്കാണ് ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം 1 കപ്പ് മൈദ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്ക് കയ്യിൽ ബോൾസാക്കി എടുക്കുന്ന പരുവം വരെയും ഒന്ന് മൈദ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അപ്പം എനിക്ക് കുറച്ച് ലൂസായതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് ഇതിനോട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബോൾസാക്കി നോക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് മൈദ എടുത്താൽ മതി. ഒരു വിള്ളൽ വരാൻ പാടില്ല കേട്ടോ. ബോൾസാക്കി എടുക്കുമ്പം അഥവാ മൈദ കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് പരുവാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ ബോൾസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം പാനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ എയർ ഫ്രയറിൽ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് വിട്ടിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇത് ബേക്കായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് കുറച്ച് പൊങ്ങി വരും. അപ്പം അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വിട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഒരു 15 മിനിറ്റോളം 150 ഡിഗ്രിയിൽ 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് നമുക്ക് റെഡിയായി. ഇതുപോലെ വിള്ളൽ വന്നിട്ടുണ്ടാവും. അപ്പം തന്നെ റെഡിയായെന്ന് ഉള്ള ഒരു സിഗ്നലാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുക്കീസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും റെസിപ്പി ആയിട്ട് വരാം. ടാറ്റാ.